ഹായ് ഓൾ, എല്ലാവർക്കും ജി കെ വെൽഡ് ആൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ എക്കണോമിക്സിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന പാഠഭാഗങ്ങൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി തുടങ്ങിയവയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ടേബിൾ പ്രകാരം നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങാൻ പോകുന്നത് ഈ വീക്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇത്രയും ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഈ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട SCRT ടെക്സ്റ്റ് ബുക്കും ഒപ്പം തന്നെ NCERT +1 ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം എക്കണോമിക്സിൻ്റെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും അതുകൂടി കാണുക, നോട്ട് എഴുതി വെക്കുക. ദെൻ നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ളവർ ഒന്ന് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവനവന് വേണ്ടിയിട്ട് എനിക്ക് ജോലി വേണമെന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാവുക. ക്ലാസ് കാണുന്ന ഓരോരുത്തരും എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. എന്താണ്, സ്വയം ചിന്തിക്കുക. എനിക്ക് ജോലി വേണം, അതിനുവേണ്ടി ഞാൻ പഠിക്കും എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി പറയാം. 1000 മോട്ടിവേഷൻ ഇപ്പം എത്ര വട്ടം നിങ്ങൾ കേട്ടാലും, ഞാനിപ്പോൾ എത്ര നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. സ്വയമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രയത്നിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു ദിവസം പഠിച്ച് രണ്ടാമത്തെ ദിവസം മിസ് എനിക്ക് പഠിക്കാൻ പറ്റില്ല, പഠിക്കണ്ട, ജോലി വേണ്ട, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഞാൻ പഠിക്കും. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് എന്ത് ചെയ്യുള്ളൂ, കഷ്ടപ്പെടുന്നവർക്കാണ് ദൈവം കൂടെ ഉണ്ടാവുള്ളൂ. ആ ഒരു ചിന്ത കൂടി മനസ്സിൽ വെച്ചിട്ട് ഇനി മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ, ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം എക്കണോമിക്സിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ടായിട്ട് ഒന്ന് എഴുതി വയ്ക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പം നമുക്കറിയാം, ആഡം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരാണ് ആഡം സ്മിത്ത്? ആഡം സ്മിത്തിനെയാണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ഫാദർ ഓഫ് ആധുനിക സമ്പദ് ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആഡം സ്മിത്ത്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. എന്നാൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ദാദാഭായ് നവറോജിയാണ്. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഇനി രണ്ടുപേരുടെ പുസ്തകം നമുക്ക് നോക്കാം. PSCയിൽ ചോദിച്ചു കാണുന്നതാണ്. വെൽത്ത് ഓഫ് നേഷൻസ് കേട്ടിട്ടുണ്ടോ? വെൽത്ത് ഓഫ് നേഷൻസ് ഇത് ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്ക് ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, ലേസർ ഫെയർ പോളിസി കേട്ടിട്ടുണ്ടോ? ലേസർ ഫെയർ പോളിസി ഞാനൊന്ന് എഴുതാം ഇവിടെ. ലേസർ ഫെയർ പോളിസി, LAISSEZ then FAIR. ഇതൊരു പോളിസിയാണ്. അതായത് സാമ്പത്തിക നയങ്ങളിൽ ഗവൺമെന്റ് ഇടപെടരുത് എന്നുള്ളത് ആഡം സ്മിത്തിന്റെ ഒരു പോളിസിയാണ്. അപ്പൊ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലേസർ ഫെയർ പോളിസി ആരുടേതാണ്? അതും ആഡം സ്മിത്തിൻ്റെതാണ്. ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആരാണ്? ആഡം സ്മിത്ത്. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി. വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ളത് ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. സാമ്പത്തിക നയങ്ങളിൽ ഗവൺമെന്റ് ഇടപെടരുത് എന്നുള്ളൊരു നയമാണ് ലേസർ ഫെയർ പോളിസി. അത് ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജി ഒരുപാട് കാര്യങ്ങളുണ്ട്. PSC എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ചോർച്ചാ സിദ്ധാന്തം. ഏതാണ്? ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്നിട്ട് നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സമ്പത്തെല്ലാം ചോർത്തി കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു സിദ്ധാന്തമാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? ഡ്രെയിൻ തിയറി ആരുടേതാണ്? നമ്മളുടെ ദാദാഭായ് നവറോജിയുടേതാണ്. ഇനി ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഇത് ഇപ്പം ആദ്യമായിട്ട് ഇദ്ദേഹം ഈ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ബുക്ക് ഏതാണ് എന്നറിയോ? യെസ്, അത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ.
അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി ആദ്യമായിട്ട് അവതരിപ്പിച്ച ബുക്ക് ഏതാണ്? പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. എന്നാൽ അദ്ദേഹം അത് അവതരിപ്പിച്ച പത്രം ഏതാണെന്നറിയോ? ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ. ഇത് പത്രവും ഇത് ബുക്കുമാണ്, തിരിഞ്ഞു പോവരുത്. ഓക്കെ ആണല്ലോ. ഒപ്പം തന്നെ ഞാൻ വേറൊരു ചോദ്യം കൂടി നിങ്ങളത് ചോദിക്കുകയാണ്. ദാദാഭായ് നവറോജി INCയുമായി ബന്ധപ്പെട്ടൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ എന്താണ്, ഇങ്ങനെയായിരിക്കണം, INC ഇങ്ങനെയായിരിക്കണം, INCനെ കുറിച്ച് ഒരുപാട് നിയമങ്ങളൊക്കെ എഴുതിയ സ്കെലിറ്റൽ സിസ്റ്റം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ആർക്കെങ്കിലും അറിയാവോ? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. ചോദ്യം ഇതാണ്, ദാദാഭായ് നവറോജി INCയുമായി ബന്ധപ്പെട്ട് എഴുതിയൊരു ബുക്ക്. ഓക്കെ, ഇനി യെസ്, അതിനിപ്പം ഇനി പറഞ്ഞെല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമായിരിക്കും അതിൻ്റെ ഉത്തരം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞേക്കാം. സേഫ്റ്റി വാൾവ് തിയറി കേട്ടോ, സേഫ്റ്റി വാൾവ് തിയറി. ഓക്കെ, ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും മെസ്സേജ് അയക്കലായിരിക്കും. ഓക്കെ, ഇനി വേറൊരു ചോദ്യം. ഈ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്നുള്ളത് പത്രമാണെങ്കിലാണ് ദാദാഭായ് നവറോജിയുടെ ഇതിനെന്താണ് നമ്മളുടെ ചോർച്ചാ സിദ്ധാന്തം പറഞ്ഞിട്ടുള്ള പത്രമാണ്. പക്ഷെ നമുക്കൊരു കൺഫ്യൂസിങ് ഫാക്ട് ഇവിടെ വരും. ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്നുള്ള ബുക്ക് ആരുടേതാണ്? അത് ലാലാ ലജ്പത് റായുടേതാണ്. ആരുടേതാണ്? ലാലാ ലജ്പത് റായുടേതാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ നോക്കിക്കേ, ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. നാഷണൽ ഇൻകം ആദ്യമായിട്ട് കണക്കാക്കാൻ ശ്രമിച്ചതും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ദാദാഭായ് നവറോജിയാണ് ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കാൻ ശ്രമിച്ചത്. എന്നാൽ അത് ഒഫീഷ്യലി കണക്കാക്കിയത് ആരാണ്? ഒഫീഷ്യലി സ്വാതന്ത്ര്യത്തിന് കിട്ടിയതിനു ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മഹൽനോബിസ് എന്നുള്ള വ്യക്തിയാണ്. കേട്ടിട്ടുണ്ടോ? PC മഹൽനോബിസ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. PC മഹൽനോബിസ് ആണ് ആദ്യമായിട്ട് ദേശീയ വരുമാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം കണക്കാക്കാനായിട്ട് ശ്രമിച്ചത്. ഇനി ആരാണ് ഈ ദേശീയ വരുമാനം ഇന്ത്യയിൽ കണക്കാക്കുന്നത്? അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ട്. യെസ്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. എന്നാൽ ഫിസ്ക്കൽ പോളിസി ആരാണ്? ഫിസ്ക്കൽ പോളിസി FISCAL. ഫിസ്ക്കൽ പോളിസി ആദ്യമായിട്ട് കണക്കാക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ആദ്യമായിട്ടല്ല, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് മഹൽനോബിസിനെ കുറിച്ച് പറയാം. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാ? ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മഹൽനോബിസ് ആണ്. ഒപ്പം ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? കൊൽക്കട്ടയിൽ. യെസ്, അത് കണ്ടുപിടിച്ചത് ആരാണ്? ഫൗണ്ടറാണ് PC മഹൽനോബിസ്. ഒപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അത് എന്നാണ്? ജൂൺ 29. അത് ആരുടെ ബർത്ത്ഡേയാ? ഈ പറഞ്ഞിരിക്കുന്ന മഹൽനോബിസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കാര്യങ്ങൾ കിട്ടിയല്ലോ. ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം എന്നാണ്? ജൂൺ 29. ഒപ്പം തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരുടെ, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് കേട്ടോ, ആരുടെ കാലഘട്ടത്താണ്? 1860 ലോർഡ് ക്യാനിങ്ങിന്റെ സമയത്താണ്. ക്യാനിങ് പ്രഭുവിന്റെ സമയത്താണ്. 1860 ക്യാനിങ് പ്രഭുവിന്റെ സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി ആ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അത് ജെയിംസ് വിൽസൺ ആണ്. ആരാണ്? ജെയിംസ് വിൽസൺ. ആരാണ്?
ജെയിംസ് വിൽസൺ. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം ജൂൺ 29. PC മഹൽനോബിസിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഒപ്പം തന്നെ ഇന്ത്യയിൽ ലോർഡ് കാനിങ്ങിന്റെ സമയത്ത് 1860 ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത്. ഇനി ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജെയിംസ് വിൽസൺ ആണ്. പക്ഷെ നമുക്ക് വേറൊരു ചോദ്യം വരാം. PSC ചോദിക്കും, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച ആരാണ്? യെസ്, 1947 നവംബർ 26 ആരാണ്? RK ഷൺമുഖം ചെട്ടി അല്ലെ? RK ഷൺമുഖം ചെട്ടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് വിൽസൺ, ജെയിംസ് വിൽസൺ. 1860 കാനിങ് പ്രഭുവിന്റെ സമയത്താണ് ഇന്ത്യയിൽ ബജറ്റ് എന്നുള്ള സമ്പ്രദായം വരുന്നത് ആദ്യമായിട്ട് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു 1947 നവംബർ 26 RK ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് അല്ലെ. അപ്പൊ ഒരു ചോദ്യം വരും, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാ? മൊറാർജി ദേശായി ആണ് അല്ലെ. ആരാണ്? മൊറാർജി ദേശായി. മൊറാർജി ദേശായി ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. എത്ര തവണയാണ്? 10 തവണയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയുവാണെങ്കിൽ ബജറ്റ് നമുക്ക് 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ബജറ്റിനെ 2 ആയിട്ടാണ് പണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒന്ന് ജനറൽ ബജറ്റും അതേപോലെ തന്നെ റെയിൽവേ ബജറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താണ്? ഒരുമിച്ചിട്ടാണ്. അതായത് 2016 മോദി ഗവൺമെന്റ് അത് രണ്ടും കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ് യൂണിയൻ ലിസ്റ്റ് ആക്കിയിട്ട് അതിനെ ഒരുമിപ്പിച്ചു. അപ്പൊ നമുക്കിപ്പോൾ ബജറ്റേ ഉള്ളൂ. ഏതാണ്? ജനറൽ അതേപോലെ റെയിൽവേ ബഡ്ജറ്റ് രണ്ടും കൂടെ ഒരുമിച്ചാക്കിക്കൊണ്ട് നമുക്ക് ഒരു യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു, യൂണിയൻ ലിസ്റ്റ്. ഓക്കെ. അപ്പൊ അവസാനമായിട്ട് ഇന്ത്യയിലെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു ആണെന്ന് കൂടി ഓർത്തു വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ 5 ഇയർ പ്ലാൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് വരുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക കേട്ടോ. നോട്ട്സ് ഒക്കെ എഴുതി വെക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്